Hello everyone. അപ്പോൾ നാളെ മുതൽ നമ്മളുടെ അഗ്നി ബാച്ച് അഗ്നി റീലോഡഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ റിവിഷൻ ബാച്ചാണ്. നമ്മളുടെ +1 എല്ലാ കുട്ടികൾക്കും എന്താണ് നമ്മളിനി റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, നാളെ മുതൽ നമ്മൾ പഠിക്കാൻ തുടങ്ങും. അപ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ് നമ്മൾ ഫുള്ളി എന്താണ് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്തിട്ട് നമ്മളുടെ ഇനി എക്സാമിന് നമുക്ക് എത്ര ദിവസമുണ്ട്, ഇത് കുറച്ചൊരു ഡ്യൂറേഷൻ ഉണ്ടല്ലേ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ അഗ്നി റീലോഡഡ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുവരെ കുറേ പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ മെസ്സേജിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇപ്പോൾ പെട്ടെന്ന് ഈ കാര്യങ്ങൾ വന്ന് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു അഗ്നി ബാച്ചിൽ അപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സ് നിങ്ങളുടെ എല്ലാവരുടെയും സീനിയേഴ്സ് വളരെ കുറച്ച് ദിവസം കൊണ്ട് നല്ല കഷ്ടപ്പെട്ട് എക്സാമിനറിൻ്റെ കൂടെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടാക്കിയ ഒരു റിസൾട്ടാണിത്. അപ്പോൾ ഇത് നിങ്ങൾ പല തവണ കണ്ടിട്ടുണ്ടാവും അല്ലേ, പല തവണ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാരണം ഇത് വീണ്ടും വീണ്ടും കാണിക്കുന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണുള്ളത്. കാരണം എന്താണ്, അത്രയധികം കഷ്ടപ്പെട്ടിട്ട് നമ്മളുടെ എക്സാമിനറിൻ്റെ കൂടെ പഠിച്ച് റിസൾട്ട് ഉണ്ടാക്കിയ കുട്ടികളാണ്. 32 സ്റ്റുഡൻസിനാണ് എന്തുള്ളത്, ഫുൾ മാർക്കുള്ളത്. +1 520 ഔട്ട് ഓഫ് 520 ഉള്ളത്. ആൻഡ് 372 സ്റ്റുഡൻസിന് സയൻസ് സബ്ജക്ട്സിൽ ഫുൾ മാർക്കാണ്. ആൻഡ് 710 സ്റ്റുഡൻസിന് സയൻസ് സബ്ജക്ട്സിൽ ഫുൾ A+. ആൻഡ് വളരെ കുറച്ച് സ്റ്റുഡൻസിന് എന്താണ് 1 മാർക്കും 2 മാർക്കൊക്കെയാണ് പോയത്. ആൻഡ് 156 സ്റ്റുഡൻസിന് 99% എബവ് മാർക്കാണ്. 93 സ്റ്റുഡൻസിന് 517, 518, 519 അങ്ങനെ 1-2 മാർക്സൊക്കെ പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടികൾ നിങ്ങളുടെ സീനിയേഴ്സ് എല്ലാവരും എന്താണ് അവർ വെറും 45 ദിവസം കൊണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത റിസൾട്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങൾക്ക് അതിനേക്കാളും ടൈമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ എക്സാമിൻ്റെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്ത് അഗ്നി റീലോഡഡിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും നല്ല റിസൾട്ട്, ഇതിലും ഒരുപാട് ഈ 32 എന്നുള്ള നമ്പർ നമുക്ക് വളരെ അധികമാക്കി മാറ്റാൻ പറ്റും. നമ്മളുടെ അഗ്നി റീലോഡഡിൽ ജോയിൻ ചെയ്ത ഓരോ സ്റ്റുഡൻറ്റും ഈ ഒരു 520 ഔട്ട് ഓഫ് 520 എന്ന് പറയുന്ന മാർക്കിലേക്ക് എത്തും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് മിസ് ആ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ആരും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. കാരണം നാളെ April 5th നമ്മളുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. ഷെഡ്യൂൾഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എവിടെ ചെയ്യുന്നതായിരിക്കും, അഗ്നി റീലോഡഡിൽ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കണ്ടൻറ്റ് ആണോ ആവശ്യമായിട്ടുള്ളത് ആ കണ്ടൻറ്റൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. പക്ഷേ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ എക്സാമിൻ്റെ തലേന്നൊക്കെ നമ്മൾ മാരത്തൺ ക്ലാസ് വെച്ചിരുന്നല്ലേ. അപ്പോൾ മാരത്തൺ ക്ലാസ്സിലൊക്കെ എന്തായിരുന്നു, ഫുൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ നമുക്ക് അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും ദിവസങ്ങളുണ്ട്. ഓരോ ചാപ്റ്ററിലും മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോ സബ്ജക്ട്സിൻ്റെയും നമ്മൾ ചെയ്യും. ആൻഡ് ഫൈനലി നമ്മളുടെ എക്സാം ഡേറ്റ് എത്തുമ്പോഴേക്ക് എന്താണ്, നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പോൾ ഒരു ചാപ്റ്ററിന് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളുടെ റിവിഷൻ ക്ലാസ്സിൽ ചെയ്യും. ആൻഡ് ഫൈനൽ നമ്മളുടെ എക്സാം എത്തുമ്പോഴേക്കും നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ഓരോ ചാപ്റ്ററും അതിൻ്റെ എല്ലാ രീതിയിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഒരു 50 day റിവിഷൻ ബാച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മളുടെ അഗ്നി റീലോഡഡ് എന്ന് പറയുന്നത്. ആൻഡ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും ഇതുവരെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ഫുൾ മാർക്ക് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എളുപ്പം എത്താം. ആൻഡ് March 5th മുതൽ May 24th വരെയാണ് നമ്മളുടെ ക്ലാസ്സസ് ഉണ്ടാവുക. ഫുൾ ഇൻറ്റൻസ് റിവിഷൻ ക്ലാസ് ആയിരിക്കും. ഷെഡ്യൂൾഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും. നല്ല അടിപൊളിയായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ, എക്സാമിനറിൻ്റെ കൂടെ പഠിച്ച് ഫുൾ മാർക്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ സമയം വൈകിട്ടില്ല. നമ്മൾ നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തുണ്ടാവും, താഴെയിലൂടെ നമ്പർ ഉണ്ടാവും. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ആൻഡ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഇനി ദിവസം പറയാൻ പോകുന്നത്, നിങ്ങൾ ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ്സസൊക്കെ എവിടെയാണ് കിട്ടുന്നത്, ആൻഡ് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെയാണ് ഇനി പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എവിടെയാണ് നിങ്ങൾക്ക് ഈ അഗ്നി റീലോഡിൻ്റെ ക്ലാസ്സസൊക്കെ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമ്മളുടെ കിരൺ സാർ അതേ വരുന്നുണ്ട്. അപ്പോൾ കിരൺ സാർ പറഞ്ഞുതരും എവിടെയാണ് നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ കിട്ടുക. നമ്മൾ മാച്ച് വന്നു. ഓക്കെ, അപ്പോൾ അഗ്നി റീലോഡിൻ്റെ ക്ലാസ്സസ് എവിടെയാണ് കിട്ടുകയാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ടൈം ടേബിൾ ഒക്കെ എവിടെയായിരിക്കും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ആപ്പിലേക്ക് പോയി നോക്കാം. യെസ്,
ആപ്പിൽ പോയിക്കണമെങ്കിൽ ആപ്പിന്റെ ഇന്റർഫേസ് എങ്ങനെയായിരിക്കും, അതിൽ അഗ്നി റീലോഡർ എന്ന് പറഞ്ഞൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ഐക്കൺ ഉണ്ടാവും. ഈ അഗ്നി റീലോഡറിൽ നേരെ പോവാം. അതിൻ്റെ ഉള്ളിൽ നേരെ പോയാൽ അഗ്നി ടൈം ടേബിൾ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. ബയോളജി, കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് അഗ്നി ടൈം ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഈ ടൈം ടേബിളിനുള്ളിൽ പോയാൽ നിങ്ങൾക്ക് എന്താണ് അഗ്നി ടൈം ടേബിൾ ആൻഡ് ലിങ്ക്സ് എന്ന് കാണാൻ പറ്റും. ഈ അഗ്നി ടൈം ടേബിൾ ആൻഡ് ലിങ്ക്സിൻ്റെ ഉള്ളിൽ ഒരു PDF ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഒരു PDF ഫയൽ ഉണ്ടാവും. യെസ്, ഒരു PDF ഫയൽ ഉണ്ട്. ഈ PDF ഫയലിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അതായത് അഗ്നീൻ്റെ ടൈം ടേബിൾ ഉണ്ട്. ഓരോ ദിവസം ഏതൊക്കെ ക്ലാസ്സസ് ആണ് നടക്കുന്നതിൻ്റെ കൃത്യമായ ടൈം ടേബിൾ ഉണ്ട്. നമ്മൾ റെക്കോർഡ് ക്ലാസ്സസിന് ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ ആ ടൈമിലുള്ള നിങ്ങൾക്ക് എന്ത് കിട്ടും, അതേ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞ സ്ഥലത്ത് കിട്ടും. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സസ് എവിടെയാണ് കിട്ടാന്നുള്ള കാര്യവും ഈ ടൈം ടേബിളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ടൈം ടേബിളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. ഓക്കെ, ക്ലാസ്സസ് എവിടെയാണ് കാണാൻ പറ്റുക എന്നുള്ളതുണ്ടാവും, ക്ലാസ്സിൻ്റെ നോട്ട് എവിടെ നിന്നാണ് കിട്ടുന്നുണ്ടാവും, ഓരോ ക്ലാസ്സസും ഏത് സമയത്താണ് നമ്മൾ അപ്ലോഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളും ഒക്കെ ആ ടൈം ടേബിളിലുണ്ടാവും. ഇനി ടൈം ടേബിൾ നോക്കാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ, നിങ്ങൾക്ക് എന്താണ് ഓരോ ക്ലാസ്സസും നേരെ പോയി കാണണമെന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ പുറത്തേക്ക് വരിക. എന്നിട്ട് ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾ കാണേണ്ട സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ആ സബ്ജക്റ്റിൽ നേരെ പോവുക. ആ സബ്ജക്റ്റിനുള്ളിൽ നിന്നുണ്ടാവും റീലോഡർ ക്ലാസ്, അതായത് അഗ്നി റീലോഡർ ക്ലാസ്സസ് ഇവിടെ ഉണ്ടാവും. അതിന്റെ നോട്ട്സ് അതിന്റെ താഴെ ഉണ്ടാവും. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ആ ടൈം ടേബിളിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇനി ടൈം ടേബിളിന്റെ ഉള്ളിൽ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ കൊണ്ട് പോയാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്തതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് സെഷൻ ഓറിയൻറ്റേഷൻ ക്ലാസ് ആയിരിക്കും. അപ്പോൾ അത് കറക്റ്റ് നാളെ നമ്മൾ April 5 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ April 5 നമ്മൾ യൂട്യൂബ് പ്രൈവറ്റ് സ്ട്രീമിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ പറഞ്ഞു തരുന്നതായിരിക്കും. ലൈവായിട്ട് യൂട്യൂബിൽ പ്രൈവറ്റ് സ്ട്രീമിംഗ് ആയിരിക്കും കേട്ടോ. അതായത് നമ്മുടെ ഫസ്റ്റ് സെഷൻ ലൈവ് പോലെയാണല്ലോ, അതുകൊണ്ട് തന്നെ അതിന്റെ ലിങ്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടും, ടൈം ടേബിളിനുള്ളിൽ തന്നെ കിട്ടും. അഗ്നി റീലോഡറിന്റെ നേരത്തെ കാണിച്ചു തന്ന ആ ടൈം ടേബിളിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് സെഷനായ ലൈവ് സെഷന്റെ ലിങ്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പ്രോമിസ് ചെയ്ത പോലെ വീക്കിലി നിങ്ങൾക്ക് 2 ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, ലൈവ് മെന്റി ക്ലാസ്സസ് ഉണ്ടാവും. ആ ക്ലാസ്സസിന്റെ ലിങ്കും നിങ്ങൾക്ക് എവിടെയായിരിക്കും, ഈ ടൈം ടേബിളിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും കിട്ടുക. ഇപ്പം നിങ്ങൾ പോയി നോക്കിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് വീക്കത്തെ ടൈം ടേബിൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിന് ശേഷമുള്ള ടൈം ടേബിൾസ് ഒക്കെ അതേ ടൈം ടേബിൾ തന്നെ അപ്ഡേറ്റ് ചെയ്ത് വരുമായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും, ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള എന്ത് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും ആ ടൈം ടേബിൾ നേരെ പോയി റെഫർ ചെയ്താൽ മതി. ഓക്കെ, അത് വീക്കിലി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്തതാണ് നിങ്ങളുടെ മെൻറ്ററിൻ്റെ ഈ ഒരു നമ്പർ എല്ലാവരും നമ്മളുടെ അഗ്നി റീലോഡഡിൽ ജോയിൻ ചെയ്ത എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ഈ നമ്പർ സേവ് ചെയ്ത് വെക്കുക. മെൻറ്റേഴ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവുന്ന ക്ലാസ്സിൻ്റെ ടൈമിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലേക്കാണ് മെസ്സേജ് ചെയ്ത് ചോദിക്കേണ്ടത്. സോ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ നമ്പർ ഇപ്പോൾ തന്നെ സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് നാളെ April 5 നമ്മളുടെ ലൈവ് ക്ലാസ്സോടുകൂടി ഓറിയൻറ്റേഷൻ ക്ലാസ്സോടുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർക്ക് എല്ലാവർക്കും താഴെ കൊടുത്ത നമ്പറിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക, ജോയിൻ ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി നമ്മളുടെ റിസൾട്ട് വരുമ്പോൾ +1 എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ഫുൾ മാർക്ക് വാങ്ങിച്ച ഫോട്ടോസ് നമുക്കിവിടെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ജോയിൻ ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.